അകക്കണ്ണിന്റെ അക്ഷര വെളിച്ചത്തിലൂടെ പ്രകാശം പരത്തുന്ന പ്രിയപ്പെട്ട ഇന്ദുലേഖ ചേച്ചിയാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. 44ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ വേദിയിൽ. ചേച്ചി നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പുസ്തകോത്സവം? നന്നായിട്ടുണ്ട്. ഇത്തവണ പുസ്തകം എന്തെങ്കിലും ഉണ്ടോ? പുസ്തകമില്ല. കഴിഞ്ഞ വർഷം ഇത് കഴിഞ്ഞതിന് ശേഷം പ്രകാശനം ചെയ്യാൻ വേണ്ടി ഒരു ബുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ചേച്ചിയുടെ ഒരു സൂപ്പർ ഹിറ്റ് പുസ്തകം ഒരുപാട് ആളുകളാൽ വായിക്കപ്പെട്ടിരുന്നല്ലോ, മാന്ത്രിക. കഴിഞ്ഞ വർഷത്തെ മാന്ത്രിക കുതിര ഒരുപാട് ആളുകളാൽ വായിക്കപ്പെട്ടു എന്നുള്ളതാണ്. അടുത്ത പുസ്തകം പണിപ്പുരയിലാണ്. ഓക്കെ, ചേച്ചിക്ക് ഈ ഒരു നമ്മുടെ ഷാർജ അന്താരാഷ്ട്ര പുസ്തക മേളയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ ഇവിടെ 2006 മുതലുള്ള സ്ഥിരം സന്ദർശിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഈ പുസ്തകോത്സവമായിരുന്നു ഏക ഒരു അക്ഷരത്തിന്റെ ലോകം. കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങളുടെ കൂടെ ജീവിച്ച ഒരാളാണ്. കാരണം എനിക്ക് സ്വന്തമായിട്ട് വായിക്കാനാവില്ലെങ്കിൽ കൂടി എനിക്ക് ഫ്രണ്ട്സും അതിൽ വായിച്ചു തരുമായിരുന്നു. കാരണം ഞാൻ അവിടെ നാട്ടിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്ത ആളാണ്, അതുപോലെ പേപ്പറിലെല്ലാം വർക്ക് ചെയ്തത്. അപ്പോൾ അക്ഷരത്തിന്റെ ലോകം തന്നെയായിരുന്നു എൻ്റെ ജീവിതം. പക്ഷെ 2005 ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ നേരെ ഡൈവേർഷനായി. ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയും ചെയ്തത്. അതോടൊപ്പം ഞാൻ അക്ഷരങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു. കാരണം എൻ്റെ ഹസ്ബൻഡിന് ശരിക്കും മലയാളം വായിക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പുസ്തകോത്സവമായിരുന്നു എൻ്റെ ഏക ആശ്രയം. അന്നൊരു 11 ദിവസമാണ് പുസ്തകോത്സവം ഉണ്ടാവുക. അപ്പോൾ ഇന്റലക്ച്വൽ ഹാളിൽ അവിടെ വാൾറൂമിലൊക്കെ ഒരുപാട് റൈറ്റേഴ്സ് വന്ന് സ്പീച്ചൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് ആശ്വാസം തരും. പിന്നീടുള്ള എൻ്റെ ഒരു വർഷത്തെ ഒരു എനർജി അക്ഷരത്തിൻ്റെ ലോകം ആ ഒരു ഓർമ്മയായിരുന്നു. അങ്ങനെ 2022 ഞാൻ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുകയെന്നുള്ളത്. അപ്പോൾ ഒരുപാട് തീക്ഷ്ണമായ ഒരുപാട് ജീവിതാനുഭവങ്ങളും ഉണ്ട് എനിക്ക്. തീർച്ചയായും അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ ആദ്യം എൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ്, കുറച്ച് ഓർമ്മകൾ മാത്രമേ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഓർമ്മകളൊക്കെ എനിക്ക് പുസ്തകമായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് 2022 പ്രസിദ്ധീകരിച്ചു. അതിപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഇനി മുതൽ ഇന്ത്യ ഒരു നോവൽ എഴുതണമെന്ന്. അങ്ങനെ ഞാൻ തുടർന്നുള്ള വർഷങ്ങളിൽ ഓരോ നോവലാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായത്. അത് ശരി. ഓക്കെ. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം, ഒരു എഴുത്തുകാരി, ഒരു ബിസിനസ്സുകാരി എന്നതിലുപരി ഒരു സമൂഹത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ഇന്ദുലേഖ ചേച്ചി എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. ഒരുപാട് അനുഭവങ്ങളുടെ തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. അതൊക്കെയും ചേച്ചിയുടെ എഴുത്തിൽ എപ്പോഴും പ്രതിഫലിക്കാറുണ്ട് അല്ലെ? ആ ജീവിത യാഥാർത്ഥ്യങ്ങളോട് കൂടിച്ചേർന്ന് നിൽക്കും. എനിക്ക് ആരും വാക്കുകളെ കൊണ്ട് എനിക്കൊരു സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല. എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ സ്വന്തക്കാരും ബന്ധുക്കളും കൂടിയതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഒരു വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കാൻ എനിക്ക് ആരും ഉണ്ടായില്ല. എൻ്റെ സങ്കടങ്ങൾ തുറന്നു പറയാനും എനിക്ക് ആരും ഉണ്ടായില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ആദ്യം ഞാൻ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ രീതിയിൽ ഞാൻ എന്നും പറയല് സാമ്പത്തികം സഹായിക്കലല്ല ഏറ്റവും വലിയ സഹായം. വാക്കുകളെ കൊണ്ട് നമുക്ക് അതിലേറെ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ 95 മുതൽ വാക്കുകളെ കൊണ്ട് ആളുകളെ സപ്പോർട്ട് ചെയ്യായിരുന്നു. അങ്ങനെ പലരുടെ സങ്കടങ്ങൾ എന്നോട് പറഞ്ഞത്. ചിലവർ ബുക്ക് എഴുതണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷമങ്ങൾ തന്നെയാണ് അവിടെ. എൻ്റെ ഓരോരോ കഥയിലെ ഓരോ കഥാപാത്രങ്ങളും എല്ലാവർക്കും മനസ്സിലാവും എവിടെയൊക്കെയോ ജീവിച്ചിരിക്കും. അങ്ങനെയുള്ള കഥകൾ മാത്രമേ യാഥാർത്ഥ്യങ്ങളായിരുന്നു. അത് നോവലായാലും കൂടി അതിലെ യാഥാർത്ഥ്യങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം എന്ന് പറയുന്നത് ഒരു പുസ്തകങ്ങളുടെ കൂട്ടായ്മ അല്ല, വായനകളുടെ കൂട്ടായ്മ, അക്ഷരങ്ങളുടെ കൂട്ടായ്മ മാത്രമല്ല, സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് അല്ലെ? അതിനെപ്പറ്റി എന്താണ് ചേച്ചിക്ക് പറയാനായിട്ടുള്ളത്? എന്താണ് സൗഹൃദങ്ങളുടെ കൂട്ടായ്മ എന്നത്? എനിക്ക് ബിസിനസ്സിലുള്ള സൗഹൃദങ്ങളല്ലാതെ അല്ലാതെ സൗഹൃദങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് ഷാർജ ബുക്ക് ഫെയർ. ഒരുപാട് ആളുകളുണ്ട്. കാരണം നമ്മൾ കൂടി ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും നമ്മൾ മറ്റുള്ള സമയത്തൊക്കെ കണ്ടുമുട്ടുക. പക്ഷെ നമ്മൾ നേരിൽ കാണുന്നത് ഈ ഷാർജ ബുക്ക് ഫെയറിൽ വെച്ചാണ്. വർഷത്തിൽ ഇരിക്കലാതെ നമ്മൾ കാണുക. കാണാത്ത ആളെ ഞാൻ വാട്സപ്പ് ഇടും, ഏത് ദിവസം വരും ഒന്ന് കാണാലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ കണ്ടുമുട്ടുന്ന ആളുകളും എന്നെ കാണാനായിട്ട് വരുന്നവരും കൂടിയുണ്ട്. ശരിക്കും വളരെ മനോഹരമാണല്ലോ ഈ ഒരു പുസ്തകോത്സവത്തിന്റെ ഈ ഒരു വേദി എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു പുസ്തകോത്സവമല്ല, ഇതൊരു പൂരമാണല്ലേ? നമ്മുടെ ഒരു തൃശ്ശൂർ പൂരം പോലെ, അല്ലെങ്കിൽ അതിലും മഹത്തരമായ അക്ഷരങ്ങളുടെ ഒരു പൂരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ സൗഹൃദങ്ങൾ പൂക്കുന്നു, ചിന്തകൾ പൂക്കുന്നു അല്ലെ? അറിവുകൾ പകരപ്പെടുന്നു, പുതിയ ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, സർഗചേതനകൾ ഉണർത്തപ്പെടുന്നു, പല സ്ഥലത്തു നിന്നുള്ള ആളുകളോട് ഒരുമിച്ച് കൂടുന്നു, ഒരു കോപ്പയ്ക്ക് അപ്പുറം ഇപ്പുറം വരെ നമ്മൾ സൗഹൃദങ്ങൾ പങ്കുവെക്കുന്നു അല്ലേ? അപ്പൊ നമ്മൾ ഇതിനൊക്കെ ശരിക്കും ആരോടാണ് നന്ദി പറയേണ്ടത്? ശരിക്കും നമ്മള് ഷാർജ ഭരണാധികാരികളോട് നമ്മളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ വലിയൊരു നന്ദി ഞങ്ങൾ പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. ഷാർജ ഭരണാധികാരി അദ്ദേഹത്തിന്റെ ആ ഒരു അക്ഷരസ്നേഹം തീർച്ചയായും നമ്മളെപ്പോലെ അക്ഷരങ്ങളെ ആശ്വാസമായി കാണുന്ന ആളുകൾക്ക് കൂടുതൽ ഒരു ആശ്വാസം തരുന്നത് ഈ ഒരു
തീർച്ചയായും നമ്മളൊരു പ്രവാസ ജീവിതത്തിലായിരിക്കുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലം നമുക്കായിട്ട് ഒരുക്കി തന്ന അതിന് മലയാളത്തിന് വേണ്ടി മാത്രം ഒരു മീഡിയ ഫോറം വേറെയും ഒരുക്കി തന്ന് ശരിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മൾ നന്ദി പറയേണ്ടത് ഷാർജ ഭരണാധികാരികളോടാണ്. ദൈവം അദ്ദേഹത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള വർഷങ്ങളിലും അല്ലെ ചേച്ചി ഇതിലും മനോഹരമായിട്ട് നമുക്കിവിടെ ഒത്തുകൂടി പറയൂ, എന്താണ് ചേച്ചിയുടെ ആഗ്രഹം? ഇതിനേക്കാളും നന്നായിട്ട് നമുക്ക് ഒരുപാട് കാരണം എനിക്ക് ഇപ്പോൾ ഒരു സങ്കടം ഉള്ളത് എന്താ വിചാരിച്ചാല് ഇവിടെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ സ്വതന്ത്രമായിട്ടൊരു സാമൂഹ്യ പ്രശസ്തിയിലെ പുസ്തകങ്ങൾ മലയാളി എഴുത്തുകാരന്മാരിൽ നിന്നും വരണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. തീർച്ചയായും വരും കാലങ്ങളിൽ അത് ജീവിതകഥകൾ ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട് നോവലുണ്ട്, കവിതയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അതോടൊപ്പം നമ്മുടെ ഈ സമൂഹത്തിൽ കാണുന്ന ഓരോ പ്രശ്നങ്ങളെയും നമ്മളെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. തീർച്ചയായും നോക്കിക്കണ്ട് സാമൂഹ്യ പ്രശസ്തിയുള്ള പുസ്തകങ്ങൾ ഒരുപാട് എഴുത്തുകാരിലൂടെ കടന്നു വരട്ടെ എന്നുള്ളതാണ്. തീർച്ചയായും ചേച്ചി പറഞ്ഞൊരു വലിയ കാര്യമാണ്. വരും കാലങ്ങളിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമുകളിൽ അങ്ങനെയുള്ള പുസ്തകങ്ങളും അല്ലേ കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും മുന്നോട്ട് പോവുകയാണ്, ദിവസങ്ങൾ കിടക്കുന്നു. 16 വരെ നമ്മുടെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഉണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരു സ്നേഹം. താങ്ക് യു.